2025 മാർച്ച് 29 ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ ബറൂച്ച് സിറ്റിയിലെ ഒരു വൈകുന്നേരം. ബറൂച്ചിന്റെ ബോലായി പ്രദേശത്തെ GIDC റോഡിൽ കുറച്ച് തെരുവ് നായ്ക്കൾ മാലിന്യം നിറഞ്ഞ അഴുക്കുചാലിൽ നിന്ന് ഒരു പോളിത്തീൻ കവർ വലിച്ചെടുത്ത് അതിനുവേണ്ടി കടിപിടി കൂടുകയായിരുന്നു. ഇപ്പോൾ ഇത് ഒരു സാധാരണ കാര്യമാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ പോളിത്തീൻ ബാഗിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം വരാൻ തുടങ്ങി. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ബാഗിൽ നിന്ന് എന്തോ പുറത്തേക്ക് വീണു. ആ കവർ തെരുവ് നായ്ക്കൾ വലിച്ചു കീറിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരു മനുഷ്യന്റെ തല ആ കവറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണിരിക്കുന്നു. അതുവഴി കടന്നുപോകുന്ന ആളുകളെ അത് ഭയപ്പെടുത്തി. ഇപ്പോൾ ആ തല റോഡിൽ കിടക്കുകയാണ്. ഈ ഭയാനകമായ രംഗം കണ്ടപ്പോൾ അതിലൂടെ കടന്നുപോയ ആളുകൾ പൂർണ്ണമായും പരിഭ്രാന്തരായി. നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലത്തൊരു ജനക്കൂട്ടം തടിച്ചുകൂടി. അവരിൽ ഒരാൾ പോലീസിനെ വിളിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി. ആ തല നോക്കിയപ്പോൾ മുഖം പൂർണ്ണമായും വികൃതമാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ പിടിക്കപ്പെടാതിരിക്കാൻ കൊലയാളി ചെയ്തതായിരിക്കാം. പോലീസ് ഉടൻ തന്നെ ആ തല പോസ്റ്റ്മോർട്ടം സെന്ററിലേക്ക് അയച്ചു. എന്നാൽ തലയുടെ അവസ്ഥ നോക്കിയപ്പോൾ കൊലയാളി ആ മുഖം പൂർണ്ണമായും വികൃതമാക്കിയതിനാൽ ആ കൊല്ലപ്പെട്ട വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനുശേഷം ജില്ലാ പോലീസ് മേധാവി വിഷയം ഗൗരവമായി എടുക്കുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള പ്രദേശത്തിന്റെ അഴുക്കുചാലിൽ നിന്ന് ഒരു മനുഷ്യതല കണ്ടെത്തുന്നത് അസാധാരണമായ കാര്യമായിരുന്നു. അതിനാൽ തന്നെ അന്വേഷണം ഉടൻ ആരംഭിച്ചു. തല കണ്ടെടുത്ത ഡ്രെയിനേജിന് ചുറ്റുമുള്ള മുഴുവൻ പ്രദേശവും പോലീസ് ആദ്യം സമഗ്രമായി തിരഞ്ഞു. തുടർന്ന് ബറൂച്ച് പോലീസിൽ നിന്നും പ്രാദേശിക ക്രൈംബ്രാഞ്ചിൽ നിന്നുമുള്ള 4 ടീമുകൾ മുനിസിപ്പാലിറ്റി ക്ലീനിംഗ് തൊഴിലാളികളുടെ സഹായത്തോടെ ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. അടുത്ത ദിവസം 2025 മാർച്ച് 30 തല കണ്ടെടുത്ത സ്ഥലത്തിന് 1 മീറ്റർ ചുറ്റളവിലുള്ള അഴുക്കുചാലുകൾ ക്ലീനിംഗ് തൊഴിലാളികൾ നേരിട്ട് പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ പോലീസിനൊപ്പം മാധ്യമങ്ങളിൽ നിന്നുള്ള ചില വാർത്താ റിപ്പോർട്ടർമാരും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തി. അങ്ങനെ പിന്നീട് തിരച്ചിലിനൊടുവിൽ തല കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് വെറും 200 മീറ്റർ അകലെ ഒരു വലിയ കറുത്ത പോളിത്തീൻ ബാഗിൽ നിന്ന് മുറിഞ്ഞുപോയ വലതുകൈയും അര മുതൽ കാൽമുട്ട് വരെയുള്ള ശരീരത്തിന്റെ ഒരു ഭാഗവും കണ്ടെടുത്തു. ഈ ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടം സെന്ററിലേക്ക് അയക്കുകയും പോലീസ് തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തു. തൽഫലമായി അടുത്ത ദിവസം 2025 മാർച്ച് 31 ഇരയുടെ ഇടതുകൈയും ആ ഡ്രെയിനേജിൽ നിന്ന് കണ്ടെത്തി. അപ്പോഴേക്കും 3 ദിവസത്തിനുള്ളിൽ പോലീസ് 4 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു. എല്ലാം പോളിത്തീൻ ബാഗുകളിലായിരുന്നു. മാത്രമല്ല എല്ലാ വാർത്താ ചാനലുകളിലും ന്യൂസ് വന്നതോടെ കേസ് ഇപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്തിനുടനീളം ചർച്ചാ വിഷയമായി. എന്നാൽ ഏപ്രിൽ ആരംഭത്തോടെ നെഞ്ചും വയറും ഉൾപ്പെടെ 5 ശരീരഭാഗങ്ങൾ കൂടി പോലീസ് കണ്ടെടുത്തപ്പോൾ കേസ് കൂടുതൽ ഗുരുതരമായി. ഇതിനർത്ഥം ആകെ 9 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തുവെന്നും അവരതൊരുമിച്ച് ചേർത്ത് വെച്ചപ്പോൾ അതൊരു മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളായി എന്നുമാണ്. എന്നിരുന്നാലും ബോഡി അഴുകിയ അവസ്ഥയെ അടിസ്ഥാനമാക്കി കൊലപാതകം നടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പോലീസ് വിദഗ്ധർ അനുമാനിച്ചു. എന്നിട്ടും മൃതദേഹം തിരിച്ചറിയുക എന്നതായിരുന്നു അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഈ വ്യക്തി ആരാണെന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന തെളിവുകളോ തിരിച്ചറിയൽ രേഖകളോ ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ ഇപ്പോൾ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കാൻ തുടങ്ങി. ബോലാവ് GIDC റോഡ് ഒരു വ്യവസായ മേഖലയായതിനാൽ ഫാക്ടറി തൊഴിലാളികളെ കാണാതായിട്ടുണ്ടോ എന്നറിയാൻ ഒരു പോലീസ് സംഘം സമീപത്തുള്ള ഫാക്ടറികൾ പരിശോധിക്കാൻ തുടങ്ങി. അതേസമയം ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മറ്റൊരു പോലീസ് സംഘം ആരംഭിച്ചു. കൊലയാളിയത്തെ തന്ത്രശാലിയാണെങ്കിലും അവർ എപ്പോഴും എന്തെങ്കിലും ഒരു സൂചന അവശേഷിപ്പിക്കുമെന്ന് പോലീസ് വിശ്വസിച്ചു. എന്നാൽ ഈ കേസിൽ ഇത് പൂർണ്ണമായും ഒരു തെളിവുമില്ലാത്ത ഒരു കൊലപാതക കേസാണെന്ന് അവർക്ക് തോന്നി. ഇരയെ തിരിച്ചറിയാൻ ഒരു മുഖമോ ഐഡന്റിറ്റി പ്രൂഫോ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചപ്പോൾ ഒരു ചെറിയ സൂചന ലഭിച്ചു. വാസ്തവത്തിൽ 2025 മാർച്ച് 29 തല കണ്ടെത്തിയപ്പോൾ ഇരയുടെ പല്ലുകളിൽ ഒന്നിൽ ഡോക്ടർമാർ ഒരു പല്ലിന്റെ ക്യാപ്പ് കണ്ടെത്തി. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡെന്റൽ ക്രൗൺ എന്നും അറിയപ്പെടുന്ന ഒരു ടൂത്ത് ക്യാപ്പ്. ദന്ത ഡോക്ടർമാർ സാധാരണയായി കേടായ പല്ലുകൾ മറയ്ക്കാൻ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചികിത്സയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് ക്യാപ്പ്. ഓരോ ടൂത്ത് ക്യാപ്പും വലുപ്പത്തിൽ വ്യത്യസ്തമായിരിക്കും. കാരണം അത് വ്യക്തിയുടെ പല്ലിന്റെ ഘടനയ്ക്കനുസൃതമായാണ് ഓരോ ക്യാപ്പും നിർമ്മിക്കുന്നത്. ഈ സാഹചര്യത്തിൽ
തലയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഇരയ്ക്ക് അടുത്തിടെ പല്ലിൽ ക്യാപ്പിട്ടതായും കണ്ടെത്തി. അതായത് ആ വ്യക്തി ഒരു ഡെന്റൽ പരിശോധനയ്ക്ക് വിധേയനായിരിക്കണം. കൊല്ലപ്പെട്ടയാൾ ബറൂച്ച് സിറ്റിയിലെ താമസക്കാരനാണെങ്കിൽ അയാൾ അവിടുത്തെ ഒരു ഡെന്റൽ ഡോക്ടറെ സമീപിച്ചിരിക്കണം. അതിനാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം നഗരത്തിലുടനീളമുള്ള വിവിധ ഡെന്റൽ ക്ലിനിക്കുകൾ സന്ദർശിക്കാൻ തുടങ്ങി. മരിച്ച വ്യക്തിയെ ഏത് ദന്ത ഡോക്ടറാണ് ചികിത്സിച്ചതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇരയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ അവർക്ക് കഴിയും. നിർഭാഗ്യവശാൽ ആ പ്രത്യേക ടൂത്ത് ക്യാപ്പ് ഘടിപ്പിച്ച ഒരു ദന്ത ഡോക്ടറെയും അവർക്ക് കണ്ടെത്താനായില്ല. എന്നിരുന്നാലും ഒരു ഫോറൻസിക് ഓഡന്റോളജിസ്റ്റ് പല്ലിന്റെ ക്യാപ്പ് പരിശോധിച്ച് മരിച്ചയാൾക്ക് 30-നും 40-നും ഇടയിൽ പ്രായമുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു. ഫോറൻസിക് ഓഡന്റോളജിസ്റ്റ് എന്നത് ഫോറൻസിക് സയൻസിൽ പ്രത്യേക അറിവുള്ള ഒരു ദന്തരോഗ വിദഗ്ധനാണ്. വ്യക്തികളെ തിരിച്ചറിയുന്നതിനും കടിയേറ്റ പാടുകൾ വിശകലനം ചെയ്യുന്നതിനും പ്രായം വിലയിരുത്തുന്നതിനും ദന്ത തെളിവുകൾ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ക്രിമിനൽ അന്വേഷണങ്ങളിലും മറ്റ് നിയമ നടപടികളിലും സഹായിക്കാൻ അവർ ദന്ത തെളിവുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമായി. മറ്റു തെളിവുകൾ കണ്ടെത്തുന്നതിൽ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനിടെ അവർക്ക് മറ്റൊരു സൂചന കൂടി ലഭിച്ചു. മരിച്ചയാളുടെ വലത്ത് കൈയിൽ ടാറ്റു ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അത് ഭാഗികമായി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഇരയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൊലയാളി ടാറ്റു സമർത്ഥമായി മായ്ക്കാൻ ശ്രമിച്ചതായി പോലീസ് സംശയിച്ചു. പക്ഷേ ടാറ്റു ഡിസൈന്റെ അവസാന 3 ഡോട്ടുകൾ ഇപ്പോഴും കയ്യിലുണ്ടായിരുന്നു. ആ ഡോട്ടുകൾ മാത്രം കണ്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വരാനില്ലെന്ന് കൊലയാളി കരുതിയിരിക്കണം. എന്നിരുന്നാലും കേസ് പുരോഗമിക്കുമ്പോൾ ആ 3 ടാറ്റു ഡോട്ടുകൾ പോലീസിന് നിർണായക തെളിവായി. ബറൂച്ച് പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എല്ലാ സമീപകാലത്ത് കാണാതായവരുടെ പരാതികളുടെ ഒരു പട്ടിക അവർ സമാഹരിച്ചു. തുടർന്നവർ ആ മിസ്സിംഗ് കേസുകൾ ഫിൽട്ടർ ചെയ്തു. 30-നും 40-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെ മാത്രം ഉൾപ്പെടുത്തി. അപ്പോഴാണ് മൊഹീത് ചൗഹാൻ എന്നയാൾ തന്റെ 35 വയസ്സുള്ള സഹോദരനെക്കുറിച്ച് ബറൂച്ച് പോലീസ് സ്റ്റേഷനിൽ 2025 മാർച്ച് 28-ന് കാണാതായതായി പരാതി നൽകിയത് ശ്രദ്ധയിൽപ്പെടുന്നത്. വിചിത്രമെന്ന് പറയട്ടെ, തല കണ്ടെത്തുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഈ മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുള്ളത്. പോലീസ് മൊഹീത് ചൗഹാനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അടുത്തിടെ ഒരു ദന്തരോഗ വിദഗ്ധനിൽ നിന്ന് പല്ലിന്റെ ക്യാപ്പിട്ടതായി അവർ മനസ്സിലാക്കി. അങ്ങനെ മൊഹീത് തന്റെ സഹോദരന്റെ ഫോട്ടോ പോലീസിന് കാണിച്ചു കൊടുത്തു. സഹോദരന്റെ കയ്യിൽ ടാറ്റു ഉണ്ടായിരുന്നതായും മൊഹീത് വെളിപ്പെടുത്തി. കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ മൊഹീക്കിന്റെ സഹോദരൻ സച്ചിൻ ചൗഹാന്റേതായിരിക്കാമെന്നതിന്റെ ശക്തമായ തെളിവായി ഇത് മാറി. ഈ സംശയം സ്ഥിരീകരിക്കുന്നതിനായി പോലീസ് സച്ചിൻ ചൗഹാന്റെ കുടുംബത്തെ ചോദ്യം ചെയ്തു. മൊഹീത് ചൗഹാന്റെ DNA പരിശോധന നടത്തി. അഴുക്കുചാലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ ആ DNA റിപ്പോർട്ടുമായി മാച്ച് ചെയ്തു. ഒടുവിൽ പോലീസിന്റെ ഒന്നിലധികം ഘട്ടങ്ങളിലൂടെയുള്ള പരിശ്രമത്തിന്റെ ഫലമായി മൃതദേഹം മൊഹീത് ചൗഹാന്റെ സഹോദരൻ സച്ചിൻ ചൗഹാന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇത് സ്ഥിരീകരിച്ച പോലീസ് മൊഹീക്കിന്റെ വീട്ടുകാരോട് വിവരമറിയിച്ചപ്പോൾ ആ വാർത്ത കേട്ട് ആ കുടുംബം ഞെട്ടി. അവരുടെ കുടുംബം തകർന്നു പോയെങ്കിലും സച്ചിന്റെ കൊലയാളിയെ ഉടൻ കണ്ടെത്തുമെന്നും ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് ഏറ്റവും കഠിനമായ ശിക്ഷ ഉറപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അവരെ ആശ്വസിപ്പിച്ചു. എന്നാൽ കൊലയാളിയെ കണ്ടെത്താൻ പോലീസ് ആദ്യം സച്ചിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് സഹോദരൻ മൊഹീക്കിൽ നിന്ന് അറിയാൻ ശ്രമിച്ചു. ഇവിടെ പോലീസ് കണ്ടെത്തിയത് 35 വയസ്സുള്ള സച്ചിൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള അയാളാണെന്നും എന്നാൽ കഴിഞ്ഞ 12 വർഷമായി അദ്ദേഹം ഗുജറാത്തിൽ താമസിക്കുകയും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തു വരികയുമായിരുന്നു എന്നതാണ്. ബറൂക്കിലെ വിദാന്ത സൊസൈറ്റിയിൽ ഭാര്യ പറുവിലിനും 4 വയസ്സുള്ള മകൻ ഷിയാൻഷിനുമൊപ്പം ഇയാൾ താമസിച്ചിരുന്നുവെന്നും പോലീസിന് മനസ്സിലായി. ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ മൊഹീക്ക് നൽകിയ വിലാസത്തിലേക്ക് പോയി. പക്ഷേ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അയൽവാസികളോട് ചോദിച്ചപ്പോൾ സച്ചിന്റെ ഭാര്യ പറുൾ തന്റെ മകനോടൊപ്പം അവളുടെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് അടുത്തിടെ പോയതായി അവർ കണ്ടെത്തി. ഇതറിഞ്ഞ പോലീസ് പറുളിനെ സംശയിക്കാൻ തുടങ്ങി. സച്ചിന്റെ മൃതദേഹം കഷ്ണങ്ങളായി കണ്ടെടുക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾ എന്തിനാണ് മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയതെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ പറുളിനെ ചോദ്യം ചെയ്യാനായി ഗുജറാത്ത് പോലീസിൽ നിന്നുള്ള ഒരു സംഘം ഉത്തർപ്രദേശിലെ ബിജ്നോറിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഗുജറാത്ത് പോലീസ് ഒടുവിൽ ബിജ്നോറിലെത്തിയപ്പോൾ അവൾ അവരോട് പറഞ്ഞു, സച്ചിൻ ജോലിക്കായി ബാംഗ്ലൂരിലേക്ക് പോയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല എന്ന്. എന്നിരുന്നാലും ഇത് കേട്ടതിന് ശേഷവും പോലീസ് പരുളിനെ ചെറുതായി ഒന്ന് സംശയിച്ചു.
അതിനാൽ സച്ചിന്റെ സഹോദരൻ മൊഹിക്കിനെയും കൂടുതൽ ചോദ്യം ചെയ്തു. 2025 മാർച്ച് 7 ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ തന്റെ സഹോദരൻ സച്ചിൻ ഭാര്യയോടും മകനോടുമൊപ്പം അവരുടെ ഗ്രാമത്തിലെത്തിയിരുന്നുവെന്ന് മൊഹിക് ഗുജറാത്ത് പോലീസിനോട് പറഞ്ഞു. വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം സച്ചിൻ ജോലിക്കായി ബാംഗ്ലൂരിലേക്ക് മടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭാര്യയെയും മകനെയും തിരികെ കൊണ്ടുപോകാൻ ട്രെയിൻ ടിക്കറ്റ് അയക്കേണ്ടതായിരുന്നു. എന്നാൽ മാർച്ച് 25 മുതൽ സച്ചിനുമായി അവർക്ക് എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ആദ്യം സച്ചിൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. പിന്നീട് ഒടുവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. മാർച്ച് 25 മുമ്പ് തന്റെ സഹോദരൻ സച്ചിനുമായി ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴി ചെറിയൊരു സംഭാഷണം നടത്തിയതായി മൊഹിക് ചൗഹാൻ പോലീസിനോട് പറഞ്ഞു. മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ തന്റെ ഭാര്യ പരുവിൽ നിന്ന് വിവാഹമോചനം ആഗ്രഹിക്കുന്നുവെന്ന് സച്ചിൻ പറഞ്ഞു. കൂടാതെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരാളിൽ നിന്ന് പണം കടം വാങ്ങിയെന്നും ഇപ്പോഴത് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ലെന്നുമായിരുന്നു ആ മെസ്സേജിലുണ്ടായിരുന്നത്. ഇക്കാരണത്താൽ ഒരു ദിവസം അയാൾക്ക് ആ പണമിടപാടുകാരനുമായി വഴക്കുണ്ടായി. അതുകൊണ്ട് ആ മനുഷ്യനെ കൊല്ലേണ്ടി വന്നുവെന്നായിരുന്നു ആ മെസ്സേജ്. ഈ ഞെട്ടിക്കുന്ന സന്ദേശം വായിച്ചതിനു ശേഷം മൊഹിക്കിന് സംശയം തോന്നി. ഉടൻ തന്നെ ബിജ്നോറിൽ നിന്ന് ബറൂക്കിലേക്ക് തന്റെ സഹോദരനെ അന്വേഷിക്കാൻ സച്ചിൻ പോയി. സച്ചിനെ അവിടെയൊന്നും കണ്ടില്ലെങ്കിലും സച്ചിന്റെ ബാല്യകാല സുഹൃത്തായ ശൈലേന്ദ്ര സിംഗിനെ കണ്ടുമുട്ടി. യഥാർത്ഥത്തിൽ ശൈലേന്ദ്ര സിംഗും സച്ചിന്റെ നാട് ബിജ്നോറിൽ നിന്നുള്ളയാളാണ്. ഇയാളും സച്ചിനെ പോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കായി ബറൂക്കിലേക്ക് താമസം മാറിയിരുന്നു. പിന്നീട് മൊഹിക് ശൈലേന്ദ്രനോട് സച്ചിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് അവനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും കുറച്ചു ദിവസമായി താൻ അവനെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു. എന്നാൽ മൊഹിക് തന്റെ സഹോദരൻ അയച്ച ടെക്സ്റ്റ് സന്ദേശങ്ങൾ ശൈലേന്ദ്രനെ കാണിച്ചപ്പോൾ ഇരുവരും മാർച്ച് 28 സച്ചിനെ കാണാതായതായി പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇതുകൂടാതെ ബറൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ സച്ചിനെ തിരയാൻ മൊഹിക്കിനെ സഹായിച്ചതും അദ്ദേഹമായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി സച്ചിനൊപ്പം ബറൂക്കിൽ താമസിച്ചിരുന്ന ഒരേയൊരു വ്യക്തി ശൈലേന്ദ്ര സിംഹയായിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിശയിപ്പിക്കുന്നൊരു കാര്യം, ശൈലേന്ദ്രന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അതിനാൽ പോലീസ് സച്ചിനുമൊപ്പം ശൈലേന്ദ്രന്റെ നമ്പർ കണ്ടെത്താനും അവരുടെ രണ്ടുപേരുടെയും കോൾ ഡീറ്റെയിൽസ് എടുക്കാനും തീരുമാനിച്ചു. എന്നിരുന്നാലും ഇത് കാര്യമായ ഫലമൊന്നും കണ്ടില്ല. കാരണം ആ സമയത്ത് ശൈലേന്ദ്രന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ പിന്നീട് നിയമപരമായ അനുമതി ലഭിച്ച ശേഷം പോലീസ് സച്ചിന്റെയും ശൈലേന്ദ്രന്റെയും ഫോണുകൾ നിരീക്ഷണത്തിലാക്കി. അപ്പോഴാണ് ശൈലേന്ദ്രനെ കുറിച്ച് അവർക്ക് സംശയം തോന്നുന്ന ഒരു വിചിത്രമായ രീതി അവർ ശ്രദ്ധിച്ചത്. വാസ്തവത്തിൽ ശൈലേന്ദ്രന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് മുതൽ ശൈലേന്ദ്രൻ സ്വന്തം ഫോണിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ല എന്നതാണ് പോലീസ് കണ്ടെത്തിയത്. പകരം അദ്ദേഹം തന്റെ കുടുംബവുമായും ബന്ധുക്കളുമായും ടെക്സ്റ്റ് മെസ്സേജ് വഴി മാത്രമേ ആശയവിനിമയം നടത്തിയിട്ടുള്ളൂ. സാധാരണയായി നിരവധി കുറ്റവാളികൾ ഇത് ചെയ്യുന്നത് പോലീസ് കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കുറ്റകൃത്യം ചെയ്ത ശേഷം അവർക്ക് സേഫ് ആണെന്ന് തോന്നുന്നത് കോള് വിളിക്കുന്നതിനേക്കാൾ മെസ്സേജ് അയക്കുന്നതായിരുന്നു. ഇപ്പോൾ ശൈലേന്ദ്രന്റെ ഫോൺ നിരീക്ഷണത്തിലായതിനാൽ ഗുജറാത്ത് പോലീസ് അത് സ്വിച്ച് ഓൺ ആകാൻ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ഏപ്രിലിൽ ശൈലേന്ദ്രന്റെ ഫോൺ ഓണായപ്പോൾ ആ കാത്തിരിപ്പ് അവസാനിച്ചു. 2025 ഏപ്രിൽ 2 ഉത്തർപ്രദേശ് പോലീസുമായി സഹകരിച്ച് ഗുജറാത്ത് പോലീസ് ബിജ്നോറിലെ ജോഗ്പൂർ പ്രദേശത്തിന് സമീപം സംശയത്തിന്റെ പേരിൽ ശൈലേന്ദ്രനെ അറസ്റ്റ് ചെയ്തു. ശൈലേന്ദ്രൻ സിംഗിനെ ഗുജറാത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് കർശനമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവരുടെ സംശയം സ്ഥിരീകരിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. തന്റെ ബാല്യകാല സുഹൃത്തായ സച്ചിനെ താൻ കൊലപ്പെടുത്തിയെന്നും അതിനുശേഷം 9 കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് ഡ്രെയിനേജിൽ ഉപേക്ഷിച്ചെന്നും അയാൾ സമ്മതിച്ചു. എന്നാൽ തന്റെ ബാല്യകാല സുഹൃത്തായ സച്ചിനെ ശൈലേന്ദ്രൻ കൊലപ്പെടുത്തിയതിന്റെ പിന്നിലെ ഉദ്ദേശം അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ പോലീസിന് മാത്രമല്ല കഥ കേട്ട എല്ലാവർക്കും ശൈലേന്ദ്രനോട് സഹതാപം തോന്നി. ഈ കഥ മുഴുവൻ കേട്ടതിനു ശേഷം ഇരയായ സച്ചിനേക്കാൾ നിങ്ങൾക്ക് കൊലയാളിയായ ശൈലേന്ദ്രനോട് കൂടുതൽ സഹതാപം തോന്നിയേക്കാം. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് 2013 ശൈലേന്ദ്രനും സച്ചിനും അവരുടെ ജന്മനാടായ ബിജ്നോറിൽ നിന്ന് ഗുജറാത്തിലെ ബറൂക്കിലേക്ക് ജോലിക്കായി താമസം മാറി. ഇരുവരും സയൻസ് ബിരുദധാരികളായിരുന്നു. വ്യത്യസ്ത ഫാർമ കമ്പനികളിൽ ജോലി ലഭിച്ചു. പിന്നീട് ശൈലേന്ദ്രൻ വിവാഹിതനായി. ബറൂക്കിന്റെ ഹരിതം സൊസൈറ്റിയിലെ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ ഭാര്യയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് 2020 ബിജ്നോറിൽ നിന്നുള്ള പരുൾ എന്ന സ്ത്രീയെ സച്ചിൻ വിവാഹം കഴിച്ചു. അടുത്ത വർഷം അവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചു.
എന്നിരുന്നാലും സച്ചിൻ തന്റെ ഭാര്യയെയും മകനെയും ബിജ്നോറിൽ തന്നെ നിർത്താൻ തീരുമാനിക്കുകയും ബറൂക്കിലെ ഒരു വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 2023 ശൈലേന്ദ്രൻ തന്റെ സുഹൃത്തായ സച്ചിനെ തന്റെ ഫ്ളാറ്റിൽ തന്നോടൊപ്പം താമസിക്കാൻ ക്ഷണിച്ചത്. ഒരേ നഗരത്തിലെ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് താമസിക്കുന്നത് ഇരുവർക്കും ലാഭമാകുമെന്ന് വിശ്വസിച്ചതിനാലാണ് ശൈലേന്ദ്രൻ ഈ ആശയം സച്ചിനോട് പറഞ്ഞത്. വാസ്തവത്തിൽ ശൈലേന്ദ്രന്റെ നിർദ്ദേശം സ്വീകരിച്ച ശേഷം സച്ചിൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശൈലേന്ദ്രന്റെ വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ സച്ചിൻ ശൈലേന്ദ്രന്റെ സൗഹൃദം അനാവശ്യമായി മുതലെടുക്കുകയും മാന്യതയുടെ എല്ലാ പരിധികളും ലംഘിക്കുകയും ചെയ്തു. ഒരു ദിവസം ശൈലേന്ദ്രൻ വീട്ടിലില്ലാതിരുന്നപ്പോൾ ശൈലേന്ദ്രന്റെ ഭാര്യ കുളിമുറിയിൽ കുളിക്കുകയായിരുന്നു. ആ സമയം സച്ചിൻ ബാത്റൂമിന്റെ ജനാലയിലൂടെ അവൾ കുളിക്കുന്നതിന്റെ വീഡിയോ രഹസ്യമായി തന്റെ ഫോണിൽ പകർത്തി. എന്നിരുന്നാലും തന്റെ സുഹൃത്തിന്റെ ഈ മ്ലേച്ഛമായ പ്രവൃത്തിയെക്കുറിച്ച് ശൈലേന്ദ്രൻ അറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഒരു സംഭവമുണ്ടായി. പിന്നീട് 2023 സച്ചിന്റെ ഭാര്യ പരുൾ മകനോടൊപ്പം ബറൂക്കിലെത്തിയിരുന്നു. അങ്ങനെ സച്ചിൻ ബറൂക്ക് സിറ്റിയിലെ വേദാന്ത് സൊസൈറ്റിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ തന്റെ ചെറിയ കുടുംബത്തോടൊപ്പം താമസിക്കാൻ തുടങ്ങി. ഇതിനർത്ഥം ഇപ്പോൾ 2 സുഹൃത്തുക്കളും അവരവരുടെ കുടുംബങ്ങളോടൊപ്പം പ്രത്യേക വീടുകളിൽ താമസിക്കുന്നു എന്നാണ്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശൈലേന്ദ്രന് ഏകദേശം 4 ലക്ഷം രൂപ ആവശ്യമായി വന്നു. ഈ പണത്തിനായി ശൈലേന്ദ്രൻ തന്റെ സുഹൃത്തായ സച്ചിനെ സമീപിച്ചു. സച്ചിൻ പണം നൽകാൻ സമ്മതിച്ചെങ്കിലും ഒരു സ്വകാര്യ ധനകാര്യ കമ്പനിയിൽ നിന്ന് വായ്പയെടുത്താണ് അദ്ദേഹം അത് ക്രമീകരിച്ചത്. അതിനുശേഷം ശൈലേന്ദ്രൻ എല്ലാ മാസവും കൃത്യസമയത്ത് സച്ചിന് അതിന്റെ ഓരോ ഘടവും അയക്കുമായിരുന്നു. കുറച്ചു മാസത്തേക്ക് കാര്യങ്ങൾ സുഗമമായി നടന്നു. പക്ഷേ ശൈലേന്ദ്രൻ തവണകൾ ആവർത്തിച്ച് വൈകിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സച്ചിൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. പിന്നീട് കുറച്ചു മാസത്തേക്ക് എല്ലാം വീണ്ടും ശരിയായി. എന്നാൽ വീണ്ടും കുറെ ദിവസങ്ങൾക്ക് ശേഷം പണം നൽകുന്നതിൽ ഉണ്ടായ കാലതാമസം വീണ്ടും 2 സുഹൃത്തുക്കൾക്കിടയിൽ വിള്ളലിന് കാരണമായി. ആ വിഷയം ശല്യത്തിൽ നിന്ന് വാദപ്രതിവാദങ്ങളിലേക്കും പിന്നീട് ബ്ലാക്ക്മെയിലിലേക്കും എത്തി. ആ നിമിഷം മുതൽ അവരുടെ ബാല്യകാല സൗഹൃദം ശത്രുതയിലേക്ക് മാറാൻ തുടങ്ങി. സത്യമെന്തെന്നാൽ ഇത്തവണ സച്ചിന് കൃത്യസമയത്ത് പണം ശൈലേന്ദ്രൻ നൽകാതിരുന്നപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്താനായി സച്ചിൻ താൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോയെക്കുറിച്ച് പറഞ്ഞു. ശൈലേന്ദ്രന്റെ ഭാര്യ കുളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ സച്ചിൻ അയാളെ ദേഷ്യത്തോടെ കാണിച്ചു. വീണ്ടും പൈസ തരാൻ വൈകിയാൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്നും അയാൾ ശൈലേന്ദ്രനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശൈലേന്ദ്രൻ നടുങ്ങിപ്പോയി. കാരണം തന്റെ ജീവിതത്തിലെ ഇത്രയും വർഷങ്ങൾ തന്നോടൊപ്പം ചെലവഴിച്ച സുഹൃത്ത്, പരസ്പരം ATM കാർഡുകളും ഫോൺ പിന്നുകൾ പോലും അറിയാവുന്ന തരത്തിൽ താൻ വളരെയധികം വിശ്വസിച്ചിരുന്ന ആ സുഹൃത്ത് ഇത്രയും നീചമായ എന്തെങ്കിലും ചെയ്യാൻ അയാൾക്ക് കഴിയുമോ എന്ന് വിശ്വസിക്കാൻ പോലും ശൈലേന്ദ്രനായില്ല. എന്നാൽ ഞെട്ടിക്കുന്നൊരു കാര്യം വീഡിയോയ്ക്ക് സാമ്പത്തിക ഇടപാടുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. കാരണം സച്ചിൻ വളരെ കാലം മുമ്പ് അത് റെക്കോർഡ് ചെയ്ത് മറച്ചു വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വീഡിയോ ഉപയോഗിച്ച് ശൈലേന്ദ്രനെ ഭീഷണിപ്പെടുത്തിയതിനാൽ ശൈലേന്ദ്രൻ അദ്ദേഹത്തോട് പലതവണ അപേക്ഷിച്ചു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. തന്റെ ഭാര്യയുടെ മാനം സംരക്ഷിക്കാൻ വീഡിയോ ഇല്ലാതാക്കാൻ അപേക്ഷിച്ചു. എന്നാൽ ഈ സമയത്ത് ഒരിക്കൽ പോലും സച്ചിൻ തന്റെ സുഹൃത്തിന്റെ വൈകാരിക വേദനയിൽ പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നീട് ശൈലേന്ദ്രൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള വ്യത്യസ്ത വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് അയാൾ ഒരു പദ്ധതി തയ്യാറാക്കി. പദ്ധതി പ്രകാരം മാർച്ച് 25 വൈകുന്നേരം സച്ചിനെ ഒരു അത്താഴ വിരുന്നിനായി വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭാര്യ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയിരുന്നതിനാൽ ആ ദിവസം വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. അന്ന് വൈകുന്നേരം ഇരുവരും അത്താഴം പാചകം ചെയ്തു. ശൈലേന്ദ്രൻ സച്ചിന് ധാരാളം മദ്യം വിളമ്പി. സച്ചിൻ വീട്ടിൽ മദ്യപിച്ച് ഉറങ്ങിപ്പോയപ്പോൾ ശൈലേന്ദ്രൻ അവസരം മുതലെടുത്ത് സച്ചിന്റെ ഫോൺ ഗാലറിയിൽ ഭാര്യയുടെ വീഡിയോ തിരയാൻ തുടങ്ങി. അങ്ങനെ അയാൾക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് സച്ചിൻ ഉണർന്നപ്പോൾ ശൈലേന്ദ്രൻ തന്റെ ഫോൺ പരിശോധിക്കുന്നത് കണ്ടു. അതിനുശേഷം ഉറക്കത്തിൽ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഇരുവരും തമ്മിൽ തർക്കമായി. തർക്കം പിന്നീട് ഒരു കയ്യാങ്കളിയിലെത്തി. കാര്യങ്ങൾ കൂടുതൽ വഷളായി. കോപാകുലനായ ശൈലേന്ദ്രൻ സമീപത്തുള്ള അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ സച്ചിന്റെ കഴുത്തിലും നെഞ്ചിലും വയറ്റിലും പലതവണ കുത്തി. അപ്പോൾ തന്നെ സച്ചിൻ മരിച്ചു. എന്നാൽ ഏതൊരു കുറ്റവാളിയും പോലെ താൻ ചെയ്യുന്നതിന്റെ ഗൗരവം അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ അയാൾ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം 2025 മാർച്ച് 26 സമീപത്തുള്ള ഒരു കടയിൽ പോയി മരം മുറിക്കുന്ന ഒരു വാൾ വാങ്ങി. ആ വാൾ ഉപയോഗിച്ച്
അയാൾ സച്ചിന്റെ ശരീരം 9 കഷ്ണങ്ങളായി മുറിക്കുകയും ആരും തിരിച്ചറിയാതിരിക്കാൻ വലതു കൈയിൽ നിന്ന് സച്ചിന്റെ പേരിന്റെ ടാറ്റു പോലും മായ്ച്ചു കളയുകയും ചെയ്തു. എന്നിരുന്നാലും അയാൾക്ക് ഒരബദ്ധം പറ്റി. ടാറ്റുവിൽ നിന്ന് 3 കുത്തുകൾ അവശേഷിപ്പിച്ചു. ഇത് സച്ചിന്റെ കുടുംബാംഗങ്ങൾക്ക് മൃതദേഹം തിരിച്ചറിയാൻ സഹായിച്ചു. മാർച്ച് 26 മുതൽ മാർച്ച് 29 വരെ ശരീരഭാഗങ്ങൾ ക്രമേണ വിവിധ സ്ഥലങ്ങളിൽ സംസ്കരിച്ചു. ഞെട്ടിപ്പിക്കുന്ന കാര്യം, മാർച്ച് 28-ന് സച്ചിന്റെ സഹോദരൻ സഹിക്കിനൊപ്പം സച്ചിനെ തിരയുന്നതിനായി നടിക്കുന്നതിനിടെ സച്ചിന്റെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അപ്പോഴും ശൈലേന്ദ്രന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ പകൽ സമയത്ത് ശൈലേന്ദ്രൻ തന്റെ ഓഫീസിൽ പോവുകയും രാത്രിയുടെ ഇരുട്ടിൽ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, GIDC ഡ്രെയിനേജ് ഒരു നോൺ റെസിഡൻഷ്യലിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ് അയാൾ മൃതദേഹം കളയാൻ ആ ഡ്രെയിനേജ് തിരഞ്ഞെടുത്തത്. കൃത്യം നടത്തിയതിനു ശേഷം ശൈലേന്ദ്രൻ ഉടൻ തന്നെ സച്ചിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തില്ല. വാസ്തവത്തിൽ സച്ചിൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും പണം കടം വാങ്ങിയൊരു സുഹൃത്തിനെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതിനാലും പരൂലിനെ വിവാഹമോചനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് സച്ചിന്റെ ഫോണിൽ നിന്നുള്ള എല്ലാ ടെക്സ്റ്റ് നിർദ്ദേശങ്ങളും സഹോദരൻ മൊഹിക്കിന് അയച്ചത് ശൈലേന്ദ്രനായിരുന്നു. സച്ചിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശൈലേന്ദ്രൻ ഈ മുഴുവൻ കഥയും കെട്ടിച്ചമച്ചു. ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിനുള്ളിൽ സച്ചിന്റെ ATM കാർഡ് വെച്ചുകൊണ്ട് അയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പോലും ശ്രമിച്ചു. മാത്രമല്ല, കാർഡ് കവറിൽ ATMന്റെ പിൻ എഴുതിയിരുന്നു. കാരണം സച്ചിൻ അപ്രത്യക്ഷനായതിനു ശേഷം ഗുജറാത്ത് പോലീസ് അവന്റെ ഫോണും ബാങ്ക് അക്കൗണ്ടുകളും നിരീക്ഷിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ആ ATM കാർഡ് ആർക്കെങ്കിലും കിട്ടിയാൽ ആ എഴുതിയിരിക്കുന്ന പിൻ ഉപയോഗിച്ച് ആരെങ്കിലും ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ പോലീസിന്റെ അന്വേഷണം മറ്റൊരു നഗരത്തിലേക്ക് തിരിയുമെന്ന് അദ്ദേഹം കരുതി. ശൈലേന്ദ്രൻ വളരെ തന്ത്രശാലിയായിരുന്നു. ATM കാർഡ് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിൾ പേ ഉപയോഗിച്ച് സച്ചിന്റെ അക്കൗണ്ടിൽ നിന്ന് 20,000 രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ശരീരഭാഗങ്ങൾ നീക്കം ചെയ്യുമ്പോൾ CCTV കവറേജ് ഇല്ലാത്ത ഇരുണ്ട സ്ഥലങ്ങൾ ശൈലേന്ദ്രൻ തിരഞ്ഞെടുത്തു. റോഡിലെ CCTV ക്യാമറകളിൽ പെടാതിരിക്കാൻ അദ്ദേഹം ഒരു പ്രത്യേക വേഷം ധരിച്ചു. മാക്സി ഗൗൺ, ഫേസ് സ്കാർഫ്, നീളമുള്ള കയ്യുറകൾ എന്നിവ ധരിച്ച ഒരു സ്ത്രീയുടെ വേഷത്തിലായിരുന്നു അദ്ദേഹം മൃതദേഹത്തിന്റെ ഓരോ പാർട്സും കളയാൻ പോയിരുന്നത്. അങ്ങനെ ക്യാമറയിൽ തെളിഞ്ഞാലും തന്നെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ എന്നയാൾ ചിന്തിച്ചു. ശൈലേന്ദ്രൻ നൽകിയ എല്ലാ മൊഴികളും പോലീസ് പരിശോധിച്ചു. പുലർച്ചെ 4:20-ന് മാക്സി ഡ്രസ്സ് ധരിച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിന്റെയും അരമണിക്കൂറിന് ശേഷം അതേ റോഡിൽ തിരിച്ചെത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ GDICക്ക് സമീപം കണ്ടെത്തി. ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ ലക്ഷ്യം വെറും സാമ്പത്തിക തർക്കമല്ല, മറിച്ച് പഴയതും ആഴത്തിലുള്ളതുമായ ഒരു സൗഹൃദത്തിലുള്ള വിശ്വാസവഞ്ചനയായിരുന്നു. നിലവിൽ ശൈലേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. വാസ്തവത്തിൽ 2 കുടുംബങ്ങൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടു. ശൈലേന്ദ്രനെതിരെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി എല്ലാ തെളിവുകളും ശേഖരിച്ചു. എന്നിരുന്നാലും സച്ചിൻ തന്റെ സുഹൃത്തിനോട് ചെയ്തത് സ്വകാര്യതയുടെയും വിശ്വാസത്തിന്റെയും കടുത്ത ലംഘനമായിരുന്നു. ഇത് ധാർമ്മികമായി മാത്രമല്ല, നിയമവിരുദ്ധവുമാണ്. എന്നിരുന്നാലും കേസ് ഇപ്പോഴും കോടതിയിൽ തുടരുന്നു. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.